ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വീണ്ടും ഒരു ചക്കക്കുരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ മുമ്പ് ചക്കക്കുരുവിൽ പല ഫ്ലേവറുകളും ആഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ് നമ്മുടെ ഈ ഒരു ചക്കക്കുരു സ്ട്രോബെറി ഷേക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കിട്ടില്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10ഓളം ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ്. എങ്കിലും ഇത് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പേ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒന്ന് കുക്കറിൽ നന്നായിട്ടൊന്ന് വിസിലടുപ്പിച്ചെടുത്താൽ മതി. അപ്പം ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചക്കക്കുരു നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും ഫ്രോസൺ മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് കട്ടിയായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ തന്നെ ചെയ്യാം. ഷേക്കാകുമ്പോൾ നമ്മൾ ഫ്രോസൺ മിൽക്കാണല്ലോ യൂസ് ചെയ്യുക. അപ്പം ഫ്രോസൺ മിൽക്ക് ആയാലാണ് നമുക്ക് ആ ഒരു ഷേക്കിൻ്റെ എക്സാക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ട്രോബെറിയുടെ എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എസൻസ് ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണേ ആഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറി ക്രഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി ക്രഷ് നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി ഷേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഷേക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്